ഹായ് ഫ്രണ്ട്സ്, ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായ? ചങ്കുറ്റുണ്ടാ എൻ്റെ നെഞ്ചത്ത് ഇവളെ എങ്ങനെ നോക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന് ആൻ്റെ ഓസാലും എനിക്ക് വേണ്ട. മനസ്സിലായ? തേരിക്കേ. ഹായ് ഫ്രണ്ട്സ്, കല്യാണം കഴിച്ചാൽ സ്നേഹവും പ്രണയം ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയിലാണ് ഞങ്ങളെ സ്നേഹിച്ചതും എല്ലാം. ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഇഷ്ടമാണ് പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ ഏട്ടനും ഇഷ്ടമാണ് പറഞ്ഞു. ഇവള് അത്രയും വേദനിച്ച അനുഭവിച്ച സങ്കടപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. എന്നെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിനെ ഒരാൾ തൊടാനാകില്ല, ഒരു വാക്കുകൊണ്ട് നോവിക്കാൻ കൂടി വിടില്ല. ഇവള് അത് കേട്ടായിരുന്നോ? അത് എൻ്റെ മുമ്പിൽ വെച്ച് ഇവളെ ഒരു വാക്ക് കൊണ്ട് പോലും ഒന്നും പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു സംരക്ഷണത്തിനെക്കാട്ടിൽ എന്താണ്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നല്ലൊരു ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം. തുടക്കത്തിൽ തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നവരോട് ഞാൻ വിനീതമായി വളരെ താഴ്ന്ന ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരുപാട് പേർ ഇവരെ കളിയാക്കിയ സമയത്ത് ആ കളിയാക്കലിൽ അത്രത്തോളം അല്ലെങ്കിലും അത് കണ്ടൊരുമാതിരി ഒരു പരിഹാസ ചിരി ചിരിച്ചിട്ടുള്ളതിൽ പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഒരു ചിരി എന്നുള്ള കാര്യം അത് അങ്ങേയറ്റം ക്രൂരമാണെന്നും അതൊരു വല്ലാത്തൊരു എന്താ പറയുക, പ്രീ ജഡ്ജ്മെൻ്റലാണല്ലോ. നമുക്ക് സമൂഹത്തിന് മുമ്പ് എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ ആക്കാനും കളിയാക്കാനും ഒക്കെ ഉള്ള ശ്രമം എന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നാലും എന്താണ് വിഷയം എന്നുള്ള കാര്യം കാണിക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിനുശേഷം അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എന്തോ പറയാനാ, കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായ? ചങ്കുറ്റുണ്ടാ എൻ്റെ നെഞ്ചത്ത് ഇവളെ എങ്ങനെ നോക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന് ആൻ്റെ ഓസാലും എനിക്ക് വേണ്ട. മനസ്സിലായ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായി. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കം എല്ലാവരും, ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം റീലുകളായിട്ടും ടിക്ടോക്കിലൊക്കെ ഒത്തിരി ഇതായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. ഈ ഒരു വീഡിയോയുടെ ഒരു വോയിസ് ഓവർ ബാക്കിൽ കേൾക്കാം. ഇവരാണ് അതിനകത്ത് റിയലായിട്ട് സംസാരിക്കുന്നത്. ഇവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയക്കകത്ത് ഇറങ്ങി. അതിൽ ബഹുഭൂരിപക്ഷവും 99% ഇവരെ റോസ്റ്റ് ചെയ്തുകൊണ്ടും ഇവരെ കളിയാക്കിക്കൊണ്ടും അങ്ങേയറ്റം കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ആ ചെയ്തവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ എന്നുള്ള കാര്യം ആണ്. പക്ഷേ എൻ്റെ സത്യാവസ്ഥ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിന് മുമ്പ് ഇവിടെ 1-2 വീഡിയോസ് കൂടെ കാണാം. ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, നീ ചങ്കുറ്റോടെ മീസ പിരിച്ചുകൊണ്ട് ആണാവില്ല, ഇവളിനെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് ഏൽപ്പിക്കുന്നു, അതായത് വീട് നോക്കി ഏൽപ്പിക്കുന്നു. ഇവളുടെ സേഫ്റ്റി എവിടെയാണെന്നറിയോ? വീടല്ല, ഈ നെഞ്ചത്ത്. മനസ്സിലായില്ലേ? ഇവളിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ നെഞ്ചത്താണ്. ഇല്ല, ഒരു കുടില് കെട്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടല്ല ഒരു സേഫ്റ്റി. ഒരു പെണ്ണിന്റെ ധൈര്യം, ചങ്കുറ്റം എന്ന് പറയാൻ അവളുടെ കൂടെ ഒരു ആണുണ്ടല്ലോ എന്നുള്ളതാണ് അവളുടെ സേഫ്റ്റി. മനസ്സിലായില്ലേ? ഈ സമയത്തെല്ലാം ആ പുള്ളിക്കാരി പുറകുവശത്ത് നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതായത് അവർ വളരെയധികം സംതൃപ്തയാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ കണ്ടായിരുന്നു, ഞാൻ കാരണം എൻ്റെ ഏട്ടനെ ചീത്തയാക്കിയെന്ന്. എൻ്റെ ഏട്ടനെ ഞാൻ ചീത്തയാക്കിയിട്ടില്ല, നന്നാക്കിയിട്ടുള്ളൂ. കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ? കൂട്ടുകെട്ട് നല്ലതല്ല, അവർ നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു കെട്ടിയവന് കിട്ടിയാൽ ഞാൻ ഭാഗ്യം ചെയ്യണം. കാരണം ഏതെങ്കിലും പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് അവരുടെ ഇതൊക്കെ വളരെ ഇമോഷണലാണ്. അവരുടെ ഈ നെഞ്ചത്തിവിടെ ഒരു ചെറിയൊരു പിന്നൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അത് വളരെയധികം ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏതൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്, അവർ ജീവിക്കുന്ന രീതി, അവർ എത്രമാത്രം കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിക്കുന്ന ആ ഒരു പിന്നെന്നുള്ള സംഭവം ശരിക്കും ചില കാര്യങ്ങളിലേക്ക് അടയാളമാണ് കേട്ടോ. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യം അവർ കേട്ടിട്ടുണ്ടാ? പോടി അങ്ങട് എന്ന് പറഞ്ഞിട്ട് തട്ടിമാറ്റിയിട്ടല്ല പോവുക. എൻ്റെ കെട്ടിയവനില്ലേ, ഞാൻ പറയുന്ന എന്ത് കാര്യമുണ്ടെങ്കിൽ അത് കേട്ടിട്ടുള്ളൂ. മനസ്സിലായ?
ഇനി പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. എൻ്റെ കെട്ടിയവൻ എന്തെങ്കിലോ എന്നെ അനാവശ്യമോ എന്തെങ്കിലും പറയാൻ വന്നാ പിന്നെ വിവരം അറിയും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇവരുടെ ആ ഒരു വീഡിയോസിൻ്റെ ഒരു ഇത് ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്നെ പണിക്ക് പോകാൻ പറഞ്ഞവരിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നുള്ളൂ. ചേട്ടന്മാരെ, ഞാൻ എന്താ പണിക്ക് പോകാത്തതെന്നറിയോ? ഞാൻ പണിക്ക് പോയവൻ തന്നെടാ പുല്ലുകളെ, മനസ്സിലായ? പണിക്ക് പോകാണ്ടിരുന്നൊന്നല്ല. എൻ്റെ പെണ്ണ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. എന്താ കാരണം എന്നറിയോ? അവൾക്ക് അത്രയും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അതും ഞാൻ പറയാ, ഈ വീഡിയോ തട്ടിമാറ്റി കളയരുത്, മനസ്സിലായില്ലേ? ഞാൻ കൊടുവായൂര് പണിക്ക് പോയിക്കൊണ്ടിരുന്നവൻ തന്നെയാണ് ഞാൻ, മനസ്സിലായ? ഇവള് ആ സമയത്ത് സ്റ്റേഡിയത്തിരിക്കും. അപ്പോൾ സ്റ്റേഡിയത്ത് പല വായി നോക്കിയകളും അമ്മയും പങ്കന്മാരെ തിരിച്ചറിയാത്തവരുമാരും വന്ന് ഇവളുടെ അടുത്ത് വന്നിട്ട് അനാവശ്യം പറയലും ചെയ്യലും തുടങ്ങി. അപ്പോൾ ഇവള് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലായ? അപ്പൊ തൊട്ട് ഇറങ്ങിയതാണ്ട ഈ പണിക്ക്. അത് അദ്ദേഹം ഒരു സംരക്ഷണ വലയം ആ ഒരു തെരുവിൽ ജീവിച്ചൊരു സ്ത്രീക്ക് കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് ഏതാണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വന്നിട്ടുണ്ട്, അതുകൂടെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇവളിനെ എങ്ങനെ നോക്കണം എന്നുള്ളത്. ആദ്യം തന്നെ ഇവരെ ഈ ഒരു റിയൽ ലൈഫ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ടേൺ റൈറ്റ് മീഡിയ, ഹാറ്റ്സ് ഓഫ്, ബിഗ് ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. നമുക്കത് കേൾക്കാം. റിയൽ മീഡിയ വർക്ക്സ് കേട്ടോ, അതാണ് അവരുടെ റിയൽ. എനിക്കറിയാം അതിനെ ചങ്കുറ്റുണ്ട. ഇവളിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയാം. അതിനെ ചങ്കുറ്റുണ്ട എൻ്റെ നെഞ്ചിൽ. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എങ്ങനെയാണ് സ്നേഹവും പ്രണയം? ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയിലാണ് ഞങ്ങളെ സ്നേഹിച്ചതും എല്ലാം. ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ ഏട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇവള് അത്രയും വേദനിച്ച, അനുഭവിച്ച, സങ്കടപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. എന്നെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിനെ ഒരാൾ തൊടാനാകില്ല, ഒരു വാക്കുകൊണ്ട് നോവിക്കാൻ കൂടി വിടില്ല ഞാൻ. ഇവള് അത് കേട്ടായിരുന്നോ? അത് എൻ്റെ മുമ്പിൽ വെച്ച് ഇവളെ ഒരു വാക്ക് കൊണ്ട് പോലും ഒന്നും പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു സംരക്ഷണത്തിനെക്കാട്ടിൽ എന്താണ് ആ പുള്ളിക്കാരത്തി കിട്ടാനുള്ളത്? തെരുവിൽ എന്തോ ഇരിക്കുന്ന സമയത്ത് അവരെ ഒരുപാട് പേരും വളരെ മോശമായ രീതിയിൽ വർത്തമാനം പറയുകയും അനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ നടത്തുകയും ചെയ്ത സമയത്ത് ആ ഇദ്ദേഹത്തിനോട് ഇതെല്ലാം തുറന്നു പറയുകയും അവർ സ്നേഹത്തിലാവുകയും ചെയ്യും. നമ്മൾ നിൽക്കുന്ന ഒരു നിലയുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഇച്ചിരി കുറച്ച് സാമ്പത്തികമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, ഇപ്പോൾ സൗന്ദര്യമുണ്ട്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കൂട്ടുണ്ട്, ഇതെല്ലാം വെച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല മൊബൈലുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്, എല്ലാ അന്തരീക്ഷവും ഭൗതിക സാഹചര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ തെരുവോരത്ത് നടന്നിട്ടുള്ളൊരു പ്രണയം, അതിൻ്റെ ആ പെൺകുട്ടിയെ മനസ്സിലാക്കാൻ അദ്ദേഹം കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ തെരുവോരത്തിറങ്ങുന്ന കാടന്മാർ അല്ലെങ്കിൽ വൃത്തികെട്ടവരെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ അപമാനിക്കാനും കളിയാക്കാനൊക്കെ നമുക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷെ അവർക്കിടയിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴും അവിടെ ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്നൊരുത്തൻ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ? ഈ ആണുങ്ങളിൽ ചിലരെങ്കിലും വളരെ മോശമായ പ്രവൃത്തി സ്ത്രീകളോട് കാണിക്കുന്നതിന് നമുക്ക് സമൂഹത്തിന് മൊത്തം ആണുങ്ങളുടെ തലയ്ക്കും കുറ്റം കൊണ്ട് പറയാറുണ്ട് ചിലരും. പക്ഷേ എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം ചില ആണുങ്ങളിലൂടെയെങ്കിലും തെളിയിക്കപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഈ പറഞ്ഞ സ്ത്രീകളെ മോശമായി കാണുന്നവരോ എല്ലാവരും സ്ത്രീകളെ ബഹുമാനിക്കാത്തവരൊന്നും അല്ല. വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ ആൺ സമൂഹത്തിനെ വരെ നാണം കെടുത്തുന്ന പ്രവൃത്തി കാണിക്കുന്നത്. എന്തായിരുന്നാലും ഇദ്ദേഹത്തിലൂടെ നമ്മുടെ ആണുങ്ങൾക്കും കുറച്ച് അഭിമാനിക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ. ആദ്യം കല്യാണം വെച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ദ്രോഹങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് പെണ്ണ് അത്രയും ക്ഷമ കെട്ടിട്ട് അവനോട് വീട് ഇരുന്നു. പിന്നെ ഒരിക്കൽ കൊല്ലാൻ കൂടെ നോക്കിയിട്ട് ഇവള് അങ്ങനെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. പക്ഷെ പൈസ ഇല്ല. ആലോചിക്കൂ, ആ ഒരു സ്ത്രീ ഒരു അതിജീവിതയാണ്. ഇന്നത്തെ നമ്മുടെ ഒരുപാട് അതിജീവിതമാരുടെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. നമ്മൾ ഒരുപാട് പേര് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ സോക്കോൾഡ് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവർ, ഫെമിനിസം എന്ന് പറയുന്ന ആശയം വളരെ റെലവൻ്റാണ്, അത് എന്നും നിലനിൽക്കേണ്ടതുമാണ്. അതിൽ പക്ഷേ എന്താണ് ചില സൈഡിൽ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പർട്ടിക്കുലർ പേഴ്സൺസിന് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നത് പോലെയൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും.
ഈ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ചാനലിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. അതുപോലെ ഇതുപോലുള്ള ആൾക്കാർ തെരുവിലും ഒക്കെ സ്ത്രീകൾ ഇതുപോലെ അബലകളായിട്ടുള്ള സ്ത്രീകളും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങളും അവരെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഈ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ കൊണ്ടുവന്നെങ്കിൽ വളരെ നല്ല കാര്യം കേട്ടോ. അല്ലാതെ മറ്റേ സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്കുള്ള പ്രതികരണങ്ങൾ മാത്രമായിട്ട് പോകും എന്നുള്ള കാര്യമാണ്. നടി എന്ന് പറഞ്ഞ സ്ത്രീ അല്ലെന്നല്ല ഞാൻ ഈ ഒരു മറ്റേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നടികൾ, അതായത് സിനിമാ നടിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കോർപ്പറേറ്റ് സൈഡിൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെയുള്ളതല്ല. അടിസ്ഥാന വിഭാഗങ്ങൾ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും തൊഴിലുറപ്പ് ഇടങ്ങളിലടക്കം ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും എന്തെങ്കിലും സംഭവിച്ചാലും കൂടെ സംസാരിക്കുന്ന സമയത്തായിരിക്കും അവിടെയും ഒരു എന്താ പറയുക സമത്വം നിലനിൽക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പൈസ ഉണ്ടെങ്കിലേ ഇവിടെ വിലയുള്ളൂ. പൈസ ഇല്ലാത്തവർ ഒന്നും വിലയില്ലാത്തവർ. ജാതി പറഞ്ഞു ഞാൻ വീടിനാണ്. എൻ്റെ കുട്ടി ചെറുംകുട്ടിയാണ്. ചെറുംകുട്ടിയെ പറയുമ്പോൾ ഞങ്ങളെ വെച്ച് താഴ്ന്ന ജാതിയാണ് ഈ ചെറും. എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയാണ്. അത് ഞാൻ ജാതി കണ്ടിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. ഈ കല്യാണം കഴിക്കുന്നവരൊക്കെ ജാതി നോക്കിയിട്ടാണ് സ്നേഹിക്കുന്നത്. എന്നെ കണ്ടിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഈ പുള്ളിയുടെ ഒരു അനുഭവങ്ങളിൽ നിന്നിട്ടുള്ള ഒരു നോളജ് ഉണ്ടല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് പുസ്തകം വായിച്ച് ചുറ്റുപാടുകളിൽ നിന്നുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും വളരെ ആഴത്തിൽ ക്രാന്ത ദർശനമുള്ള വാക്കുകളാണ് ഇതൊക്കെ. അതായത് അവരുടെ റിയൽ ലൈഫാണിത് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പാഠപുസ്തകത്തിനെക്കാട്ടിലും അപ്പുറത്താണ് അവർ പറയുന്ന വാക്കുകൾ. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ നിൽക്കുന്ന മനുഷ്യൻ ചെയ്തേക്കുന്ന ഇത്രയും വലിയൊരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ പുസ്തകങ്ങളിലൂടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് മൊത്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, പബ്ലിസിറ്റി സ്റ്റണ്ട് പല പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഏറ്റവും വലിയ തുറന്നൊരു നന്മ, ഏറ്റവും വലിയ കാര്യം ചെയ്തേക്കുന്ന ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ താങ്ങായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തണലായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ ശരീരത്തിൻ്റെ ഒരു ഇതായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും, അബലയായിട്ടുള്ള സ്ത്രീ മറ്റു വിവാഹം കഴിച്ച് അവിടെ നിന്ന് ഓടി വന്ന് രക്ഷപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ തണലിലൊതുങ്ങി അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞ ഇതല്ലേ അല്ലേ? കഞ്ചാവ് വെച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോ പച്ചയ്ക്ക് പറയാന്ന് വെച്ചാൽ കള്ളു കുടിച്ചിട്ട് അറിയാലോ, ഈ ഉടുത്തുണി ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ ഇത്തിരി ധൈര്യം ചങ്കൂറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. രാവിലെ ഹൈവേ ആയതുകൊണ്ട് അവിടെ ഓടാൻ ആൾക്കാർ വരും. അപ്പൊ ഓടാൻ ആൾക്കാർ വരുമ്പോ ഇത്തിരി ഇവർക്ക് സേഫ്റ്റി ആയി ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു വലിയൊരു ചാക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ പാലക്കാട് റൗണ്ട് ഇങ്ങനെ ചുറ്റി 250 രൂപ 200 അങ്ങനെ കിട്ടും. ഈ വരുമാനം കൊണ്ട് ഞങ്ങൾ 250 രൂപ 200 രൂപ ചാക്കെടുത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ശേഖരിക്കുന്നതായിരിക്കാൻ തോന്നുന്നു. ആ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരെയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ അവിടെ പോയി കാണുക. ഓക്കെ, ഒറ്റടയിൽ ക്ലിക്കായ വൈറൽ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിന് മുമ്പ് ഈ ഒരു ചാനൽ, അതായത് റിയൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന് പറയുന്ന ആ ചാനലിനകത്തുണ്ട്. നിങ്ങൾ പോയി കാണുക. ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് മൊത്തം ഇവർക്കുള്ളൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സങ്കടം തോന്നുന്നു. ഇവർക്കും ഒരു വീട് നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ. അദ്ദേഹം വൈഫിന് കൊടുക്കുന്ന വാല്യൂ, അതിന് ബിഗ് സല്യൂട്ട്. വൈഫ് ഭാഗ്യവതിയാണ്. സത്യമാണ്. നമ്മുടെ ആധുനിക സമൂഹത്തിൽ നമ്മൾ വളരെ വലിയ സാംസ്കാരികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ എല്ലാ ഉയർച്ചയും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരു സ്ത്രീ, ചിലപ്പോൾ എത്ര സ്ത്രീകൾക്ക് ഇതുപോലത്തെ ഒരു സൗഭാഗ്യം കിട്ടും എന്നുള്ളതാണ്. ഇനി പണവും സൗഭാഗ്യവും മറ്റുള്ള കാറും ബംഗ്ലാവും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ ചേർത്ത് നിർത്തുന്ന ഒരാളെന്ന് പറയുന്ന ഒരു സാധനമേ, അത് ചിലപ്പോൾ പണം കൊടുത്താലോ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടണമെന്നില്ല. അതില്ലാത്ത എത്ര അബലമായിട്ടുള്ള സ്ത്രീകളുണ്ടാവും. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയെ കിട്ടാത്ത എത്ര ഭർത്താക്കന്മാരും ഉണ്ടാവും അല്ലേ? ഇവരെ കളിയാക്കിയവർക്ക് പോലും കുറ്റബോധം തോന്നും ഈ സമയം. സീരിയസ്ലി പാവങ്ങൾ. അവരെ കണ്ടപ്പോഴേക്കും എന്തോ സങ്കടം തോന്നി. സത്യമാണ്. ഈ കമൻറ്റാണ് കറക്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമൻറ്റാണ്. ഇവരെ കണ്ട സമയം മുതലേ എനിക്ക് ആ വീഡിയോ ജസ്റ്റ് ഞാനൊരു റീലാണ് ആദ്യം ഇത് കാണുന്നത്. അതിനുശേഷമാണ് എൻ്റെ തപ്പിപ്പിടിച്ച് യൂട്യൂബിലെ വീഡിയോ കണ്ടത്. അപ്പോൾ ആ റീല് കണ്ടപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് ആ റീലിൻ്റെ അകത്ത് പറയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എന്തുവാ ഇത്. കാരണം ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവരുടെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഒരുപാട് ചിരിച്ചതാണ്.
അതിനകത്ത് പറഞ്ഞ് ഇതെന്തുവാ കാണിക്കുന്ന ഈ നമ്മൾ ചിന്തിച്ചു പോയത് ഇതാണ്, അവർക്ക് വെറും പബ്ലിക് അറ്റൻഷന് വേണ്ടിയിട്ടാണ്. ഒരു നല്ല ഫോണൊന്നും ഇല്ലാതെ ഒരു ചെറിയ സാധാരണ ഒരു ഫോണിൻ്റെ അകത്ത് അവർക്ക് സമൂഹത്തിൻ്റെ ചിന്താഗതിയോ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള എന്താണ് വല്യച്ഛൻ അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾ എന്നുള്ള ചിന്ത വെച്ച് നടക്കുന്നവർ ഇത് കണ്ടിട്ട് അതിനെ വിലയിരുത്തുമെന്നോ ജഡ്ജ് ചെയ്യുമെന്നൊന്നും ചിന്തിക്കാതെ വളരെ നിഷ്കളങ്കമായി ചെയ്ത വീഡിയോ ആണ്. അവൻ്റെ ചേർത്ത് പിടിക്കൽ കണ്ടോ, പൈസയുടെ വലിപ്പം നോക്കി ഗ്ലാമർ നോക്കി സ്നേഹിച്ച ലൈഫ് തദൈവ. ആ ചേച്ചി ഒരു പാവമാണെന്ന് തോന്നുന്നു, സംസാരം കേട്ട് എന്തായാലും നട്ടലുള്ള ആണൊരുത്തനെ കിട്ടിയല്ലോ എന്ന് പറയുന്നു. ഇതൊക്കെ സ്ത്രീകളുടെ കമൻറ്റാണ് കേട്ടോ. ഈ നട്ടല്ലെന്നും ഉണ്ടാവട്ടെ മരിക്കുള്ള സന്തോഷം. കാരണം ഞാൻ പറയും ഇതൊക്കെ സ്ത്രീകൾ തന്നെയാണ് ഈ കമൻറ്റ് ഇടുന്നത്. പാവം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയവർക്കറിയാം ഒറ്റപ്പെടലിൻ്റെ വേദന. അവൻ അവളെ പൊന്നുപോലെ നോക്കും ഉറപ്പ്. ഇത് ആണത്തം, അവളെ എവിടെയും വിട്ടുകൊടുക്കത്തില്ലല്ലോ അല്ലേ. എന്തൊക്കെ ഉണ്ടായാലും എന്താ, ഇതുപോലൊരു പുരുഷൻ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, എൻ്റെ കുട്ടി. ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു വാക്ക് മാത്രം മതി എന്ന് സന്തോഷമായി ജീവിക്കട്ടെ. സീരിയസ്ലി നന്നായിരിക്കട്ടെ, നല്ലത് മാത്രം വരട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. സോ ഗൈസ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.